അന്താരാഷ്ട്ര തുറമുഖത്തിന് പിന്നാലെ വിഴിഞ്ഞത്ത് മറ്റൊരു തുറമുഖം കൂടി വരുന്നു. 140 കോടി രൂപ മുതൽ മുടക്കിൽ ആധുനിക രീതിയിലുള്ള മത്സ്യബന്ധന തുറമുഖമാണ് വിഴിഞ്ഞത്ത് എത്തുന്നത്. അന്താരാഷ്ട്ര തുറമുഖത്തിനൊപ്പം ആധുനിക സംവിധാനങ്ങളോടുകൂടിയ മത്സ്യബന്ധന തുറമുഖം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞത്തിൻ്റെയും തലസ്ഥാന ജില്ലയുടെയും മുഖച്ഛായ തന്നെ മാറും. വിഴിഞ്ഞത്തെ നിലവിലെ മീൻപിടുത്ത തുറമുഖത്തിനും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും ഇടയിലായിരിക്കും പുതിയ മത്സ്യബന്ധന തുറമുഖം. വലിയ കടപ്പുറത്ത് 140 കോടി മുടക്കുമുതലിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ രൂപരേഖ അന്തിമഘട്ടത്തിലാണ്. പൂനെയിലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനാണ് രൂപരേഖ തയ്യാറാക്കുന്നത്. കേരള സർക്കാരിനായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡാണ് വിഴിഞ്ഞത്ത് പുതിയ തുറമുഖം രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്നത്. വമ്പൻ മത്സ്യബന്ധന ബോട്ടുകൾക്കുൾപ്പെടെ അടുക്കാൻ പറ്റുന്ന രീതിയിൽ 500 മീറ്റർ നീളമുള്ള ബർത്താണ് ഇവിടെ പണിയുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ പുതിയ മീൻപിടുത്ത തുറമുഖം നിർമ്മിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഇത് നീണ്ടുപോവുകയായിരുന്നു. 70 കോടി രൂപ തുറമുഖ നിർമ്മാണത്തിനും 70 കോടി രൂപ പുലിമുട്ട് നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുക. നേരത്തെ അദാനി തുറമുഖ കമ്പനിയെ കൊണ്ട് നിർമ്മാണം നടത്തിക്കാനായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത്. എന്നാൽ ആദ്യഘട്ടത്തിലെ രൂപരേഖയിൽ കാര്യമായ മാറ്റം വന്നതിനാൽ നിർമ്മാണത്തിന് പുതിയ ടെൻഡർ ക്ഷണിക്കേണ്ടി വരും. എന്നാൽ തുറമുഖ നിർമ്മാണ മേഖലയിൽ അദാനി ഗ്രൂപ്പിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം മത്സ്യബന്ധന തുറമുഖ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന വാദവും സർക്കാർ പരിഗണിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇവിടെ നിന്നുള്ള മത്സ്യ കയറ്റുമതിയും ലക്ഷ്യമിട്ടാണ് പുതിയ തുറമുഖം നിർമ്മിക്കുക. കയറ്റുമതിക്കായുള്ള മീൻ ബോട്ടുകളിൽ എത്തിക്കുന്നതിന് മുതൽ പാക്ക് ചെയ്യുന്നതിന് വരെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട്. പുതിയ തുറമുഖത്തെ വാർഫും മറ്റും ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബോട്ടുകളും വള്ളങ്ങളും ഒതുക്കാനുള്ള ജെട്ടിയും വാർഫും എൻജിനുകളും വലയും മറ്റും സൂക്ഷിക്കാനുള്ള ലോക്കർ റൂം, മീൻ ലേലത്തിനുള്ള ഓപ്ഷൻ ഹാൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, ക്യാൻറ്റീൻ തുടങ്ങിയവയും തുറമുഖത്തിനുണ്ടാകും. നിലവിലെ മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് കോട്ടപ്പുറം വഴി ഇവിടേക്കുള്ള റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കും. വിഴിഞ്ഞം പള്ളിക്ക് സമീപത്തെ പഴയ തുറമുഖം 45 കോടി രൂപ മുടക്കിയാണ് ആധുനീകരിക്കുന്നത്. ഇതിനോടൊപ്പം മൊഹീദിയൻ പള്ളിയോട് ചേർന്നുള്ള മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ ഭാഗം 25 കോടി മുടക്കിയും നവീകരിക്കും. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക. ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സഹായത്തിനായും വിശദമായ പദ്ധതി രേഖ സമർപ്പിച്ചിട്ടുണ്ട്.